വാട്സാപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വീട് പണിയുടെ റീസോഴ്സസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബെഡ്റൂം കിട്ടുകയാണെങ്കിൽ പുതിയ സീരീസ് തുടങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് ബെഡ്റൂം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത സീരീസ് ബെഡ്റൂമാണ്. എന്തായാലും ബെഡ്റൂം കളിക്കുന്നത്. പിന്നെ ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഷീപ്പ് ഫാർം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡ് കളക്ട് ചെയ്ത റീസോഴ്സസ് ഒന്നും പോരാണ്ടായി അതന്നെ. ഞാൻ കുറച്ചും കൂടി റീസോഴ്സസ് പോയി കളക്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മുടെ വേൾഡിൽ ഓടാറുണ്ട്. ബെഡ്റൂമൊക്കെ കിട്ടിയത് കാണിച്ചു തരാം. ഞാൻ ഗ്ലോബൽ റിസോഴ്സസ് ആക്ഷൻ ആൻഡ് സ്റ്റഫ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബെഡ്റൂമൊക്കെ ഇടുമ്പോൾ ഞാൻ ആക്ഷൻ ആൻഡ് സ്റ്റഫ് ചെറുതായിട്ടൊന്ന് മാറ്റും. ബെഡ്റൂമൊക്കെ ഇടുമ്പോൾ മാത്രം. അങ്ങനെ ചിലപ്പോൾ ആക്ഷൻ ആൻഡ് സ്റ്റഫ്. എനിക്ക് ആക്ഷൻ ആൻഡ് സ്റ്റഫ് നല്ല ഇഷ്ടമുള്ള ആഡോണാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ 1 മിനിറ്റായി. തന്നെ ഇത് ലോഡാകത്ത് ചെറിയ വില്ലേജാട്ടോ ഇത്. മൈൻക്രാഫ്റ്റിൽ കിട്ടാൻ പാടാണ്. അതോ അതിൽ കിട്ടത്തില്ല. ഇത് ഇവർ പണി വെച്ചാന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വില്ലേജിൽ ചെറിയ സാധനം വെച്ചിട്ടായിരിക്കും എടുത്തത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇതുകൊണ്ട് ഒരു അയൺ പിക്കറ്റ് ഉണ്ടാക്കി, എൻ്റെ ടിക്കി ടോർച്ചൊക്കെ ഉണ്ടാക്കി, കോക്കോ മീൻ ഫാർം, നമ്മുടെ മെയിനായിട്ടുള്ള ഷീപ്പ് ഫാർമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ഷുഗർ കെയിൻ ഫാം ഏറ്റവും നല്ല കാര്യം എന്നുണ്ടായി ഇത് സെറ്റാക്കി. ഇനി നമുക്ക് ബോട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടന്നു പോയാൽ മതി. അതുകൊണ്ട് ഷിയസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നമ്മളിന്നത്തെ എപ്പിസോഡിലെ ഗോള് അതാണല്ലോ. വെള്ളത്തിനെ പൊട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ റോട്ടർ ഫ്ലഷ് പോയി, അത് നല്ല കാര്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം. ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ 2-3 ഇത്തിരി വൂളൊപ്പിച്ചു. നമ്മുടെ ഞാൻ വലിച്ചേനെ. നമുക്ക് ബെഡ് വെച്ചാലോ അവിടെ. അങ്ങനെയാണെങ്കിൽ വരാൻ പറ്റില്ലല്ലോ. വരാൻ പറ്റത്തില്ല. സ്കെലട്ടൻസ് അറ്റാക്ക് ചെയ്യും. കയറിക്കോ. പിന്നെ ഞാൻ 2 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇതുകൊണ്ട് ഒരു നീല ബെഡും കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റാക്ക് ബാമ്പു ഉണ്ട്. പിന്നെ മുകളിലത്തെ പെട്ടി നോക്കിയാൽ അതുകൊണ്ടേ ഞാൻ ഇത്രയും റിസോഴ്സസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെ സ്ലാബായി കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ കോബിൾ സ്റ്റോണൊക്കെ എനിക്ക് സ്റ്റോൺ ബ്രിക്സ് ആക്കണ്ട. ആക്ഷൻ സ്റ്റഫിലത്തെ പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതുകൊണ്ട് ഇതറിയാം നിങ്ങൾക്ക്. ഇതുകൊണ്ട് ഇങ്ങനെ 2 വെച്ചതുകൊണ്ട് സ്റ്റോൺ ബ്രിക്സ് പോലെ ഇരിക്കുന്നില്ലേ, അങ്ങനെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഫ്ലോറിനൊക്കെ ബ്രിച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ബ്രിച്ചൊക്കെ ഫ്ലോറിന് വേണ്ടി പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്ത മാതിരി. ഈ ബോട്ടം നിന്നാന്ന് വെച്ചാൽ എക്സ്ട്രാ റിസോഴ്സസ് കയ്യിൽ വെക്കാനാണ്. അതുകൊണ്ട് ഞാൻ 26 വൂളുണ്ട് എൻ്റെ കയ്യിൽ. ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് അയ്യന്മാരനെ വെട്ടിയെടുക്കാം. അയ്യോ, ഇങ്ങനെയല്ലല്ലേ. അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അറിയാണ്ട് ഒരുത്തന്നെ അടിച്ച് പാവം.
അയ്യോ ഞാൻ ഒരു കാര്യം പറഞ്ഞുപോയി. നമുക്കിന്ന് വീടുണ്ടാക്കട്ടെ. അതുകൊണ്ടാ ഞാൻ വീടുണ്ടാക്കാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് വന്നത്. പിന്നെ അതിനല്ലേ ഞാനിന്ന്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ വീട് പണി ചെയ്യാം. അപ്പോൾ എൻ്റെ ഷിയേഴ്സിന് പകരം ആദ്യം നമുക്ക് ജംഗിൾ ലോഗാണ് വേണ്ടത്. ജംഗിൾ ലോഗ് എടുത്തിട്ട് എൻ്റെ ബേസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ബെഡ്റൂമൊക്കെ എവിടെയാണ് ഉണ്ടാക്കി അവിടെ തന്നെ. പിന്നെ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരിയും കൂടി നന്നാക്കി ഉണ്ടാക്കി. ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെറിയ ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ടായിരിക്കും. ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ അടച്ചിടാൻ അതുകൊണ്ട് ഇത്തിരി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഏരിയ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാസ് ഒന്നും പെട്ടെന്ന് വെച്ചാൽ അതിൻ്റെ റീപ്ലേസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ 4 ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അതുകൊണ്ട് ഒരു 4 ബ്ലോക്ക് ഇങ്ങനെ വിട്ടിട്ട് 5 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ 4 ബ്ലോക്ക് വെക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വീണ്ടും പ്ലേസ് ചെയ്യാം. ഇതന്നെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലേ? 5 ബ്ലോക്കാണ് പറ്റത്തില്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ വെക്കുന്നത് നമ്മുടെ സ്വന്തം ഓക്കല്ല വേണ്ടേ, വോളിന് വേണ്ടി കേട്ടോ. ആദ്യം നമുക്ക് വേണ്ട സ്റ്റോണാണ്. ചില സ്ഥലത്തൊക്കെ ആണ് ഞാനിങ്ങനെ ഈ ഓക്ക് വെക്കാൻ പ്ലാന്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അതുകൊണ്ടേ നിങ്ങളിത് കണ്ട സ്റ്റോൺ ബ്രേക്സ്. ഇതാണ് നമ്മുടെ കസ്റ്റം സ്റ്റോൺ ബ്രേക്സ്. ഇങ്ങനെ സ്ലാബായി വെക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുമായിരിക്കും. അതാണ് നമ്മുടെ സ്റ്റോൺ ബ്രേക്സിൻ്റെ ഇപ്പോഴത്തെ ആക്ഷൻ സ്റ്റഫിലത്തെ സ്മെൽറ്റ് ചെയ്യേണ്ട ഫ്യൂല് കുറയ്ക്കുന്ന പണി. അതാണെങ്കിൽ നമുക്ക് ഇച്ചിരി പിക്കാക്സും കൊണ്ട് മൈൻ ചെയ്തിട്ട് അങ്ങനെ നിന്നാൽ മതി. ഇതിപ്പോൾ എത്ര ബ്ലോക്ക്? 1 ഇവിടെ 4 ബ്ലോക്ക് മതി കേട്ടോ. അതുകൊണ്ട് കൂടി ഈ 2 മൈൻ ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ കുഞ്ഞു വീട് ഉണ്ടാക്കണം കേട്ടോ. സെക്കൻഡ് ഫ്ലോർ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഈ വീട് പണി കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ വേൾഡ് ഡൗൺലോഡും തരാം. പറ്റുമായിരിക്കുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മോളിൽ നിന്ന് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണത് നമ്മുടെ വുഡായിരിക്കും. കാരണം എനിക്ക് വുഡിന് ചെറിയ ക്ഷാമമുണ്ട്. വേണമെങ്കിൽ മൈൻ ചെയ്തെടുക്കാം. കോബിൾ സ്റ്റോണൊക്കെ ഞാൻ നിറയെ കളക്ട് ചെയ്തു ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്. അതെൻ്റെ വീട് പണിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ജംഗിൾ ലോഗ് തീരാറായിട്ടോ. ഞാൻ എന്നാ ചെയ്യും? അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 4 ബ്ലോക്ക് ഇട്ടാൽ മതി. ഇവിടെ നിന്ന് 4 ബ്ലോക്ക് ഇട്ടാൽ മതി. സ്റ്റോൺ ബ്രിക്സിനൊന്നും ക്ഷാമമില്ല. പക്ഷേ എനിക്ക് ആകെ ക്ഷാമമുള്ള വീടിനാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പകുതി വീട് പണിയും പകുതി പണിയത്തില്ല. അങ്ങനെ വരുന്ന ചെറിയ പകുതി ഹാഫ് വേ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മുടെ വുഡ് വരേണ്ടത്. നമുക്ക് ചെറുതായിട്ട് ഇവിടെ ചെറിയൊരു സ്ഥലം വെക്കാം. ഞാൻ ഈ 1 സ്റ്റാക്ക് കളക്ട് ചെയ്തത് ഈ വീട് പണിക്ക് വേണ്ടിയാണ്. കാരണം എനിക്ക് വിൻഡോസൊക്കെ വെക്കണം. ചെറിയ വിൻഡോസ് ആയിരിക്കും, എന്നാലും അത്രയും കളക്ട് ചെയ്യുന്നത് നല്ല. ഉണ്ടാക്കി ഇന്ന് തന്നെ ഉറങ്ങി. ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കോ, ഉറങ്ങടാ. ഉറങ്ങി. നമ്മളൊക്കെ റിയൽ ലൈഫിലാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഉറങ്ങാം. ഇത് മൈൻക്രാഫ്റ്റിലായ മാത്രം രാത്രി മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനത്തെ ഒരു ഫ്യൂച്ചറും കൂടി ഞങ്ങൾക്ക് കൊണ്ടുവരണം. പിന്നെ മൈൻക്രാഫ്റ്റ് ലോകത്തിൽ റിയലിസ്റ്റിക് സിമുലേഷൻ എന്ന് പറയാം. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ചെയ്തിട്ട് പിന്നെ ബാക്കി ഇതുകൊണ്ടേ നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കണം. അയ്യോ, ഇങ്ങോട്ടും വെക്കണ്ടേ? ഇവിടെ ഇങ്ങനെ ജംഗിൾ ലോഗ് മിക്കവാറും തികയും കേട്ടോ. തികഞ്ഞു, നല്ല കാര്യം.
അതുകൊണ്ട് ഒരു ബ്ലോക്കാട്ടോ ഡോറ്, 2 ബ്ലോക്ക് വെക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്ന സ്പേസ്, അതുകൊണ്ട് ഇവിടെയും വെക്കണം. റിസോഴ്സസ് കളക്ട് ചെയ്ത് ഇച്ചിരി കൂടി പോയി. എങ്ങനെയുണ്ട് സ്പേസ്? ഇവിടെ മാത്രം ഞാൻ ഓക്ക് വെക്കാം, കാരണം ചെറിയൊരു ഓക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ ഇരുന്നങ്ങ് കളക്ട് ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ. അതുകൊണ്ട് നമ്മുടെ ഇത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓക്ക് കണ്ടോ, ഓക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇപ്പം കണ്ട ബേസ് എങ്ങനെ ഇരിക്കണേ, പൊളിയല്ലേ? എങ്ങനെ അല്ലെങ്കിലേ നമുക്കിതും കൂടി മാറ്റാം. നമുക്ക് വേണ്ടേ ഇവിടെയും കൂടി നമ്മുടെ ഓക്ക് വെക്കാം, കാരണം എനിക്ക് നല്ല ഇഷ്ടമായത്. ഇങ്ങനെ ഇരിക്കണത് പിന്നെ ആർക്കും ഇഷ്ടമാവില്ല. ഫ്ലോറിന് നമ്മൾ വിറിച്ചാൽ വയ്ക്കാൻ പോണേ, അത് ഓഫ് കോഴ്സ് അങ്ങനെയായിരിക്കും. റൂഫിനും എല്ലാ റിസോഴ്സസും ഇച്ചിരി കൂടുതലായി പോയി. ഇനി നമ്മുടെ ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ഇച്ചിരിയേ ഉള്ളൂ, അത് പെട്ടെന്ന് തീരുന്നതൊന്നേ. അതുകൊണ്ട് ഇങ്ങനെ 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം ബ്ലോക്കാവും. ഇതുണ്ട്, ഇത് ഫ്ലോറിന് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത പോലെ. പക്ഷേ ഇതായിരിക്കും എൻ്റെ ഫേവറേറ്റ് ബ്ലോക്ക്, ഞാൻ സ്റ്റഫിൽ ആഡ് ചെയ്തത്. ആദ്യം റൂഫിൽ വെക്കണ്ട, ആദ്യം നമുക്ക് ഫ്ലോർ വെക്കാം. പറഞ്ഞ പോലെ എൻ്റെ ശവലൊടിഞ്ഞു. അത് ഞാൻ ഇങ്ങനെ പോസായിട്ട് ഇങ്ങനെ അങ്ങ് അയ്യോ ഇതെന്തല്ലേ മൈൻക്രാഫ്റ്റിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ദിവസത്തിലത്തെ വീഡിയോ പിന്നെ എനിക്ക് കാണാനേ തോന്നത്തില്ല. കാണാൻ തോന്നത്തില്ലെന്നാ ഇല്ല, കാണാൻ എന്തായാലും തോന്നും. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റാക്ക് വീഴുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റാക്ക്. ആദ്യത്തെ ഒരു സ്റ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, 1/2 സ്റ്റാക്ക് എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അതുകൊണ്ട് വീടിച്ച് ചെറുതായി പോയില്ലേ. സീനില്ല. ഞാൻ ചില സാധനങ്ങളൊക്കെ മിക്ക വീടുണ്ടാക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാക്കും. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിറയെ സ്ഥലം കാണും. ഞാൻ വീട് പണിയുടെ റിസോഴ്സസ് ഗ്യാദർ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഈ ടോർച്ചൊന്നും ഗ്യാദർ ചെയ്യില്ല. അത് കയ്യിലുണ്ട്, പക്ഷേ കയ്യിലുണ്ടല്ലോ, അത് മതി. ഇത് ഫ്ലോറിന് വേണ്ടി നമുക്കിനി ഇങ്ങനെ ആക്ഷൻ സ്റ്റഫ് കളിക്കുമ്പോൾ നമുക്കിങ്ങനെ ടെക്സ്ചർ വെച്ച് ബിൽഡ് ചെയ്യാം. ഇനി തൊട്ട് നിങ്ങൾ ഇനി ആക്ഷൻ സ്റ്റഫ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കാൻ എനിക്ക് ഏറ്റവും പാടുള്ള ബ്ലോക്ക്. അതിന് നിറയെ സ്മെൽറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റോൺ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ്. നമുക്ക് ആക്സ് വെച്ച് തല്ലിപ്പിടിക്കലൊക്കെ. ഓക്കെ, എങ്ങനെയുണ്ട് സ്പേസ്? അങ്ങനെ അടുത്ത സ്റ്റാക്കും കഴിയാറായില്ല, കഴിയും. ഇപ്പം കഴിയും. അതുകൊണ്ട് ഒരു 1/2 സ്റ്റാക്ക് ഉണ്ട്. ഇപ്പം കഴിയുന്നു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് 29 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തിന് വേണ്ട ഇങ്ങനെ നമ്മുടെ പില്ലർ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത് വെട്ടെടുക്കുക. അങ്ങനെ ഇരിക്കുന്നു. 30 ഉണ്ട് ഇപ്പോഴാണ് നമ്മുടെ ബേസ് മൈൻക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാൻ കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടം. ആക്ഷൻ സ്റ്റഫ് ഇട്ടിട്ട് നമ്മളൊരു ഈ 1.5 കളിക്കുകയാണെങ്കിൽ ബേസ് കാണാൻ പൊളിയായിട്ടുണ്ടാകത്തുള്ളൂ. ഇല്ലാത്ത വെർഷനിലും പൊളിയായിരിക്കും. വൈബ്രൻ്റ് വിഷ്വൽസോ ഇപ്പോഴും വർക്കാവുന്നില്ല കേട്ടോ, അതെന്നാന്ന് അറിയത്തില്ല. അത് ചിലപ്പോൾ വർക്കാക്കുമായിരിക്കും അടുത്ത അപ്ഡേറ്റിൽ. ഇവർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് പൈസയും കിട്ടത്തില്ല, അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ വൈബ്രൻ്റ് വിഷ്വൽസ് ഫിക്സ് ചെയ്യുക. അതുകൊണ്ട് ലാഭമാണ് അവർക്കൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. കളക്ട് ചെയ്ത റിസോഴ്സസ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഓക്ക് പ്ലാങ്കാണ് കൂടിപ്പോയത്, ഞാൻ അത്രയ്ക്ക് കളക്ട് ചെയ്യണ്ടായിരുന്നു.
ഇനി ഈ ബ്ലോക്ക് എന്തായാലും ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെളിയിൽ പോകേണ്ടി വരും. ഇങ്ങനെ അങ്ങ് നമ്മളെ ചാടി എടുത്തോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് എല്ലാം നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വീട് പണി കഴിയാറായി ഗായ്സ്, ഫൈനലി. എന്നാലും കഴിയത്തില്ല ഇപ്പോൾ. നമുക്കിനി ഓക്ക് വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് ഒരു സ്റ്റാക്ക് ഓക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മളതുകൊണ്ട് ഇവിടെ ഇല്ലേ, ഈ കോർണറിൽ മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ വെക്കും. ചുമ്മാ കളക്ട് ചെയ്തല്ലേ കിടക്കട്ടെ. ഞാനേ ഈ ബാക്കി വരുന്ന റിസോഴ്സസ് ഈ ചെസ്റ്റിൽ തന്നെ വെച്ചേക്കാം. അടുത്ത ബിൽഡിന് ഉപയോഗിക്കാമല്ലോ. ഞാൻ ബിൽഡ് ചെയ്യാൻ പോണ മൈൻക്രാഫ്റ്റിൽ ഇങ്ങനത്തെ ടെക്സ്ചർ വെച്ചിട്ടായിരിക്കും. അത് കുറച്ചും കൂടി പൊളിയല്ലേ. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. അങ്ങനെ തന്നെ നമ്മെ തന്നെ ഇരിക്കും എന്നാണ് തോന്നുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. അതുകൊണ്ട് ഇത് മിക്കവാറും അങ്ങനത്തെ ആയിരിക്കും. ഇപ്പം എങ്ങനെയുണ്ട് ഗൈസ് സ്പേസ്? നല്ല ലക്ഷറി വൈബില്ലേ? എന്നാലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരിക്കും നിങ്ങൾക്കും തോന്നുന്നത്, റൈറ്റ്? ഇത് കണക്റ്റഡ് ഗ്ലാസ് ഇല്ലാതെ കാണുന്ന രസമില്ല. ആ അടോൺ മാത്രം എനിക്ക് കിട്ടിയില്ല. ബെഡ്റൂമൊക്കെ കിട്ടി. അത് ഞാൻ ഇന്നത്തെ വീഡിയോത്തെ ലാസ്റ്റ് കാണിക്കും. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ലോങ്ങായി? 16 മിനിറ്റ് 17 മിനിറ്റ് ആയാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പെട്ടെന്ന് വെച്ചോ. സെക്കൻഡ് ഫ്ലോർ അടുത്ത എപ്പിസോഡിലായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. നമ്മുടെ ഫർണസ് ഒരു ചെസ്റ്റെങ്കിലും വേണം. ഓക്കെ, നമ്മുടെ ബേസ് സെറ്റായിട്ടുണ്ട്. ഇല്ല, സെറ്റായിട്ടില്ല. നമുക്ക് ജംഗിൾ ഡോർ വെക്കാം. എൻ്റെ ജംഗിൾ ഫുഡ് ഉണ്ടല്ലോ, അത് മൊത്തം ഇതാക്കിയിട്ട് ഒരു ജംഗിൾ ഡോറ് ഒരു ജംഗിൾ സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരും. അതുകൊണ്ട് ഇത് കണ്ടോ കേട്ടോ. നമുക്ക് വേണ്ട നമ്മുടെ മുകളിലത്തെ ഇത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അയൺ ആക്സ് ഓടിക്കുന്ന സൗണ്ടല്ലേ ഇത്. നമുക്ക് വേണ്ടേ ഇങ്ങനത്തെ ജംഗിൾ സ്റ്റെയർ വെക്കാമല്ലോ. എങ്ങനെയുണ്ട് ഗൈസ് സ്പേസ്? പൊളിയല്ലേ? ഇല്ല, പൊളിയല്ല. പൊളിയാവണമെങ്കിൽ ഒരു സാധനം കൂടി വേണം. അത് നമ്മളതുകൊണ്ടേ രണ്ടാമത്തെ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇപ്പോഴാണ് ശരിയായത് ബേസ്. ഒരു ചെസ്റ്റെങ്കിലും ഉണ്ടാകണം. അതൊരു മര്യാദയല്ലേ? അല്ല, വേണ്ട, നമുക്ക് ചെസ്റ്റിന് പകരം നമ്മൾ അത് ബിൽഡ് ചെയ്യാം. ഏത്? അതിൻ്റെ പേരെന്നാണ്? ട്രാപ്പ് ഡോർ. അതിന് ഏകദേശം 2 മതി. അതുകൊണ്ട് അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാം. ഒരെണ്ണം മതി. ഞാൻ വെളിയിലൊന്നും വെക്കത്തില്ല. ഈ ക്രീപ്പർമാർ വന്ന് പൊട്ടിത്തെറിക്കും. നമുക്ക് എന്നാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു ചെസ്റ്റെങ്കിലും വേണ്ടേ? അതുകൊണ്ട് എന്നാലും ഞാൻ ഇന്നത്തെ നൈറ്റ് സ്കിപ്പ് ആയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 19 മിനിറ്റ് ആയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. ഗുഡ് ബൈ.